വെൽക്കം ടു എൻ്റെ സ്വന്തം ചാനൽ. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചെറിയൊരു സന്തോഷം, അതായത് എൻ്റെ വളരെ ബിസി ലൈഫിൽ ഞാൻ കണ്ടെത്തുന്ന കുറച്ച് സന്തോഷങ്ങൾ. അതിലേറ്റവും മെയിനായിട്ടുള്ള സന്തോഷമാണ് എൻ്റെ പുറകിലിരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികൾ. കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, ഏറ്റവും സാധനങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യം പരിചയപ്പെടുമ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഓരോരുത്തരായിട്ട് പരിചയപ്പെടും. ഈ ഇരിക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞേ, വേഗം പറ, ഉറക്കെ പറ. ശിവഗംഗ. ശിവഗംഗ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 6ാം ക്ലാസ്സിൽ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? കുറേ വർഷമോ? ഞാൻ ട്യൂഷൻ തുടങ്ങിയിട്ട് 2 കൊല്ലമല്ലേ ഉള്ളൂ. 2 കൊല്ലമായി. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്ത് മാറ്റമുണ്ട്? എനിക്ക് മാറ്റമുണ്ട്, എൻ്റെ മുടി നീളം വെച്ച് അല്ലേ. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. പേര് പറഞ്ഞേ. ഋതിക. ഋതിക എന്താ ചെയ്യുന്നത്? അല്ല സോറി, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? മടി എങ്ങനെയാണ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കണം. ഇന്ന് പഠിക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൾ 4 ദിവസം കഴിഞ്ഞ് പഠിച്ചിട്ട് വരും, അത്ര മിടിക്കുകയാണ്. പിന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരാളാണ് കേട്ടോ അടുത്ത വ്യക്തി. ആ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ. സനു. സനുവിൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുക്കും. അവൻ്റെ അച്ഛൻ്റെ പേര് എപ്പോഴും വരാറുള്ളൂ. ചേട്ടൻ്റെ പേരാണ്, ചേട്ടൻ്റെ പേര് ജതിനാൻ. ആ പേരാണ് അവൻ എപ്പോഴും പറയാറ്. അപ്പോൾ ജിസാൻ. അപ്പോൾ സനുവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എത്ര വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. എന്നിട്ട് എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എന്ത് നന്നായിട്ടായി? ആര് പഠിക്കുന്നുണ്ട്? വെരി ഗുഡ്. ഇവിടെ വരുന്ന സമയത്ത് കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉള്ള കുട്ടികളാണ് കേട്ടോ എൻ്റെ അടുത്ത് കൂടുതലുള്ളത്. പൊതുവെ എല്ലാവർക്കും അറിയാം, കോവിഡ് വന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഓൺലൈൻ ആയതുകൊണ്ട് പലർക്കും എഴുതാനും വായിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ആദ്യം വരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ വരുമ്പോൾ എൻ്റെ അടുത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വരുന്നത്. അവൻ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുവിധം എങ്ങനെയൊക്കെയോ ഞങ്ങൾ സെറ്റാക്കി വെച്ചു. അതിനുശേഷമാണ് അവൻ അതിൻ്റെ എന്താ പറയുക സ്വന്തം പ്രയത്നം കൊണ്ട് ഈ വർഷം അവൻ ലൈനുകൾ വായിക്കാനും അത്യാവശ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതാനും പഠിച്ചു. അത് വളരെയധികം വലിയൊരു എന്താ പറയുക നേട്ടമാണ്, എൻ്റെ അല്ല അവൻ്റെ. അടുത്ത ആള് ഉറക്കെ പറ, കേൾക്കുന്നില്ല, ഇവിടെ മൈക്കില്ല. നിരഞ്ജൻ. ഓക്കെ, നിരഞ്ജൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബുദ്ധി അത്യാവശ്യത്തിൽ അധികമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവൻ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധി ഉണർന്ന് വരണമെങ്കിൽ ഇവിടെ ഒരു സാധനമുണ്ട്, ഞാൻ അതാണ് അന്വേഷിക്കുന്നത്. ആ സാധനം അവിടെ. അതെ, ഈ സാധനം. ഈ കമ്പ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കും, ഞാൻ ഇത്രയും വലിയ കമ്പിട്ട് പിള്ളേരെ അടിക്കുന്നത്. കമ്പിന് ഈ വണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, കാര്യമൊന്നുമില്ല. ഇതിട്ട് 2 അടി കൊണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവൻ പഠിക്കും. പക്ഷെ കാര്യമൊന്നുമില്ല, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ മറന്നു, അതാണ് അവൻ്റെ പ്രത്യേകത. പക്ഷെ എന്നാലും ഞാൻ അവനെ പഠിപ്പിച്ച് മിടുക്കനാക്കി എടുക്കും. മിടുക്കനാവോ ഇല്ലേ? ആവും. അടി പേടിയാണോ ഇഷ്ടമാണോ? പേടിയാണോ? നല്ല പേടിയുണ്ടോ? എന്നിട്ട് എന്നോട് പേടിയുണ്ടോ? എന്നെ പേടിയുണ്ടോ? ഇല്ല. കണ്ടോ, എന്നെ ഒട്ടും പേടിയില്ലെന്നാണ് അവൻ പറയുന്നത്. അടുത്തളിങ്ങ് വന്നാണ്, അങ്ങോട്ട് എനിക്ക് തരാൻ വയ്യ. ഓടിവാ, ഓടിവാ, വേഗം വാ, വേഗം വാ. നമ്മുടെ പേര് പറഞ്ഞാണ്. ഇങ്ങോട്ട് നീങ്ങിയില്ലേ? പേര് പറഞ്ഞു കൊടുക്കുക, പേര് പറഞ്ഞു കൊടുക്കുക. ഉറക്കെ പറയടാ, അതിൽ നോക്കി പറയും. ഉറക്കെ പറയ. വിധുൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ പാവം കുഞ്ഞു, ഒന്നും ഒച്ചയില്ലല്ലോ എന്ന്. ഇവൻ്റെ ഒച്ച 4 വീട് അപ്പുറം കേൾക്കാം, കാരണം എൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ചില രാത്രികളിലും രാവിലെകളിലും ഞാൻ പേടിക്കാറുള്ളത് ഇവൻ്റെ വീട് നിലവിളി കേട്ടിട്ടാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ലാണ് പഠിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെ പഠിച്ചായിരുന്നു? ABCD ഒക്കെ പഠിച്ചോ? 1 2 3 4 പഠിച്ചോ? എല്ലാം നന്നായി പഠിച്ചായിരുന്നോ? എത്ര അടി കൊള്ളുണ്ട് അവസാൻ്റെ നിന്ന്? എത്ര അടി കൊള്ളും? പറഞ്ഞു കൊടുക്കും, എത്ര അടി കൊള്ളുമെന്ന് പറഞ്ഞു കൊടുക്കും. എത്ര അടി വരും ആൻറ്റി? അവൻ അടിയുടെ കണക്കൊന്നും ഓർത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പം എന്തോന്നാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കൈ താഴ്ത്തിയിട്. ഇതെന്തുവാ കൈ കൊടുത്തിന്? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? കുഴപ്പമില്ല, അപ്പോൾ പോയിരുന്നു.
അമ്മ ഒട്ടും സംസാരിക്കാത്ത ഒരാളായിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഏറ്റവും കൂടുതൽ നാവുള്ള കുട്ടിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് കാണിക്കില്ലെന്ന് മാത്രം. പിന്നെ എനിക്ക് രണ്ടല്ല 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ 3 പേര് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും മഴയായതുകൊണ്ടും റെസ്റ്റ് എടുക്കുന്നു. ഒരാൾ വന്നിട്ട് പോയി, ബാക്കി 2 പേര്, ഒരാൾക്ക് സുഖമില്ല, പിന്നെ ഒരാൾക്ക് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ വരാതെ മുങ്ങി നടക്കുകയാണ്. ഇനി 2 പേരും കൂടെ ഉണ്ട്. അടുത്ത ആൾ പറഞ്ഞ എന്താ പേര്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവനാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും മുതിർന്ന ഒരാൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തല്ലുകൊള്ളുന്ന കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. പേര് പറഞ്ഞു. എത്രാം ക്ലാസ്സിലാണ്? എന്നിട്ട് അടിയൊക്കെ കൊള്ളാറുണ്ടോ? എത്ര അടികൾ? ദിവസം അടി കൊള്ളാറുണ്ടോ? എന്നിട്ട് നന്നായോ? കണ്ട, ദിവസം അടി കൊണ്ടിട്ട് നന്നാവാത്ത ഒരേ ഒരു കുട്ടിയാണ് ആ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് സന്തോഷം. ഇനി ഇതിലൊരു മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കുട്ടി ടീച്ചർ അല്ലേ? നമ്മുടെ കുട്ടി ടീച്ചറിൻ്റെ പേരെന്തുവാ? ആരാടാ നിങ്ങളുടെ ടീച്ചർ? നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ്? അച്ചു ചേച്ചി. അച്ചു എന്ന ഐശ്വര്യ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് അവളെയാണ്. എൻ്റെ മകളായിട്ട് വരും, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകളാണ്. അപ്പോൾ എൻ്റെ മകളായിട്ട് തന്നെ വരും അവൾ. അപ്പോൾ അവളെയാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം SSLCക്ക് ഫുൾ A+ വാങ്ങി എനിക്ക് വളരെയധികം അഭിമാനം നൽകിയ ആളാണ്. അവളിപ്പോൾ ഈ നിമിഷം ഈ ഇതിലില്ല, നമ്മൾ അവളെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ആയിരിക്കും. ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ, അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ പരിചയപ്പെടുത്താനുള്ള ആൾക്കാരിൽ ഇനി ഒരാളും കൂടെയുണ്ട്. ഞങ്ങളുടെ കുട്ടി ടീച്ചറാണ്. കുട്ടി ടീച്ചറെ പരിചയപ്പെടുത്തുന്നതാണ്. കുട്ടി ടീച്ചർ ഒന്നും കൊണ്ട് നോക്കിയിരുന്നു. അതെ, ഇതാണ് ഞങ്ങളുടെ കുട്ടി ടീച്ചർ. കൊള്ളൂല ചേച്ചി ഞാനെന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ഞങ്ങൾ വളരെയധികം ഭംഗിയുള്ള ആൾക്കാരാണ്, കണ്ടോ. പിന്നെ ഒരാളും കൂടെ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ മക്കളെ. എല്ലാവരും പറഞ്ഞ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ആരൊക്കെ ക്ലിയർ ആയിട്ട് പറയുമെന്ന് എനിക്ക് അറിയണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അടിക്കാൻ പോകുമ്പോലെ ഉണ്ട്. നീ എന്ന് പറയണം. നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നെപ്പറ്റി കുറേ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് SSLCക്ക് ഫുള്ള് A+ ഒക്കെ വാങ്ങി, ഒരുപാട് സമ്മാനം വാങ്ങി, വീട്ടിൽ സമ്മാനം വയ്ക്കാനായിട്ട് സ്പേസ് ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ, ഇനി +2ൻ്റെ റിസൾട്ടും കൂടെ കഴിയുമ്പോൾ 2 നില വീടാണ് അവൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നിലയിൽ ഒരു റൂം എനിക്ക് തരുമ്പോൾ ഇതിൽ പരം വേറെ വല്ലതും വേണം. വളരെയധികം സന്തോഷം. ഒരുപാട് നീട്ടിക്കുന്നില്ല. ഇനി നമ്മുടെ വ്ളോഗ് വരുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമായിരിക്കും. എല്ലാവർക്കും പരീക്ഷ തുടങ്ങിയപ്പോൾ എല്ലാവരും ഓടി നടന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് പ്രവൃത്തികൾ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളും കൂടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ പറഞ്ഞു.